മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകും ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ. ചില മനുഷ്യർ സംഗീതം പോലെയാണ്, എല്ലാവർക്കും പ്രിയപ്പെട്ടവർ. 26 വർഷത്തെ അധ്യാപന ജീവിതത്തിൽ തൻ്റെ മുന്നിലിരുന്ന ഓരോ വിദ്യാർത്ഥിയെയും സ്വന്തം മക്കളെപ്പോലെ കരുതിയ അധ്യാപകൻ, സഹപ്രവർത്തകർക്ക് പ്രിയപ്പെട്ട സഹോദരൻ, കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂളിൻ്റെ സംഗീതമായിരുന്ന പ്രിയപ്പെട്ട സജി ചെറിയാൻ സാർ ഇന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്നു. 26 വർഷത്തെ സ്തുത്യർഹമായ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് തിരശീല വീഴുമ്പോൾ സ്നേഹസമ്പന്നനായ ഒരു ഗുരുനാഥൻ്റെയും കരുത്തുറ്റ ഒരു നേതാവിൻ്റെയും ഓർമ്മകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. 2000 ജൂൺ 5 ആ ഔദ്യോഗിക യാത്രയുടെ തുടക്കം. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ സംഗീതത്തിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ അധ്യാപകൻ എന്നതിലുപരി ഒരു നല്ല വഴികാട്ടിയായും സുഹൃത്തായും അദ്ദേഹം സഹപ്രവർത്തകരുടെയും വിദ്യാർത്ഥികളുടെയും ഹൃദയങ്ങളിൽ ഇടം പിടിച്ചു. കോതമംഗലത്തെ പ്രശസ്തമായ തച്ചിൽ കുടുംബാംഗമായി റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥനായ ശ്രീ ടി ചെറിയാൻ്റെയും അധ്യാപികയായ ശ്രീമതി LC ചെറിയാൻ്റെയും മകനായി 1970 ജനുവരി 23 ജനനം. ജോസ് ചെറിയാൻ ഏക സഹോദരനാണ്. ഇന്ന് കുറുപ്പംപടിയിൽ സ്ഥിരതാമസമാക്കിയ സജി സാറിൻ്റെ കരുത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബമാണ്. കല്ലിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപിക മഞ്ജു ജോർജാണ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി. വെളിയിച്ചാൽ അവിരാപ്പാട്ട് കുടുംബാംഗമായ AM ജോർജിൻ്റെയും റോസിലി ജോർജിൻ്റെയും മകളാണ് മഞ്ജു ടീച്ചർ. 2 മക്കളാണ് ഇവർക്കുള്ളത്. കാനഡയിലെ ആൽബർട്ട യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനം നടത്തുന്ന മകൻ കിരൺ S തച്ചിൽ, തമിഴ്നാട്ടിൽ തിരുവാരൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയായ മകൾ റോസ്മരിയ സജി എന്നിവർ സജി സാറിൻ്റെ ജീവിതത്തിലെ വലിയ പുണ്യങ്ങളാണ്. മൂവാറ്റുപുഴ നിർമ്മല ഹൈസ്കൂളിലും കോതമംഗലം സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായി അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് കോതമംഗലം MA കോളേജിലും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിലും ആയി ഉന്നത വിദ്യാഭ്യാസം. സംഗീതത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം അദ്ദേഹത്തെ പാലക്കാട് ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ എത്തിച്ചു. അവിടെ നിന്ന് സംഗീതത്തിൽ MA ബിരുദം നേടിയ സജി സാർ ആർട്സ് ക്ലബ് സെക്രട്ടറിയായി തൻ്റെ സംഘടനാ പാടവം തെളിയിച്ചു. സ്കൂൾ പഠനകാലത്ത് തന്നെ അദ്ദേഹം ഗാനമേളകളിൽ സജീവമായിരുന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തുടർച്ചയായ 3 തവണ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ലളിതഗാനത്തിൽ അദ്ദേഹം ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ നടക്കുന്ന ലളിതഗാന മത്സരങ്ങളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി 1ാം സമ്മാനം ലഭിക്കുന്നത് സജി സാറിനായിരുന്നു. മൂവാറ്റുപുഴ ഏഞ്ചൽ വോയിസ് ഗാനമേള ട്രൂപ്പിലൂടെയായിരുന്നു ആ സംഗീതയാത്രയുടെ തുടക്കം. തൃശൂർ ആകാശവാണിയിലെ B ഗ്രേഡ് ആർട്ടിസ്റ്റായിരുന്ന അദ്ദേഹം തിരുവനന്തപുരം ദൂരദർശന് വേണ്ടിയും അക്കാലത്ത് നിരവധി പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നിരവധി ഭക്തിഗാനങ്ങൾക്കും ലളിതഗാനങ്ങൾക്കുമായി അദ്ദേഹം നൽകിയ ഈണങ്ങൾ ഇന്നും ആസ്വാദക മനസ്സുകളിൽ തങ്ങി നിൽക്കുന്നു. ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂൾ മുൻ മലയാളം അധ്യാപിക ശ്രീമതി ഗ്രേസി പോൾ രചിച്ച വിദ്യാലയ ഗീതങ്ങൾ എന്ന ഏറെ ശ്രദ്ധേയമായ സംഗീത ആൽബത്തിന് ഈണം പകർന്നത് സജി സാറാണ്. ഔദ്യോഗിക ജീവിതത്തിൻ്റെ നീണ്ട 26 വർഷങ്ങൾ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ സംഗീതത്തിൻ്റെ ലോകത്തേക്ക് അദ്ദേഹം കൈപിടിച്ചുയർത്തി. അധ്യാപകൻ എന്നതിലുപരി ഒരു നല്ല വഴികാട്ടിയായും സുഹൃത്തായും അദ്ദേഹം സഹപ്രവർത്തകരുടെയും വിദ്യാർത്ഥികളുടെയും ഹൃദയങ്ങളിൽ ഇടം പിടിച്ചു. കുറുപ്പംപടി സെൻറ് പീറ്റേഴ്സ് ആൻഡ് പോൾസ് പള്ളിയിലെയും കോതമംഗലം രൂപതയിലെയും കൊയറംഗമായ അദ്ദേഹം നിരവധി ഭക്തിഗാനങ്ങൾക്ക് ഈണം പകർന്നിട്ടുണ്ട്. പെരുമ്പാവൂർ, കോതമംഗലം എന്നിവിടങ്ങളിലെ ഫൈൻ ആർട്സ് സൊസൈറ്റികളിലെ സജീവ സാന്നിധ്യമായ സജി സാറിന് കലാലോകത്തെ പല പ്രമുഖരുമായി അടുത്ത സൗഹൃദങ്ങളാണുള്ളത്. KSTF എറണാകുളം ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ അധ്യാപക ലോകത്തിൻ്റെ ശബ്ദമായിരുന്നു അദ്ദേഹം. 6ഓളം ജില്ലാ കലോത്സവങ്ങളുടെ അമരക്കാരനായും സംസ്ഥാന കലോത്സവത്തിൻ്റെയും സംസ്ഥാന കായികമേളയുടെയും സംഘാടക സമിതി അംഗമായും അദ്ദേഹം തിളങ്ങി. IMHS സ്റ്റാഫ് സെക്രട്ടറി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചുമതലയും ദീർഘകാലം അദ്ദേഹം സ്തുത്യർഹമായി നിർവഹിച്ചു. തൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയെയും സ്വന്തം മക്കളെപ്പോലെ സ്നേഹിച്ച സജി സാർ
എന്നും കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു. സഹപ്രവർത്തകർക്ക് അദ്ദേഹം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ താങ്ങായി നിന്നു. യാത്രകളെ പ്രണയിക്കുന്ന സജി സാർ തൻ്റെ യാത്രാവിശേഷങ്ങൾ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുവാൻ എന്നും ഇഷ്ടപ്പെട്ടിരുന്നു. സ്റ്റാഫ് സെക്രട്ടറി ആയിരുന്ന അവസരങ്ങളിൽ അദ്ദേഹം സംഘടിപ്പിച്ച യാത്രകളും അനുഭവങ്ങളും ഇന്നും സഹപ്രവർത്തകരുടെ ഹൃദയങ്ങളിൽ പച്ചപിടിച്ചു നിൽക്കുന്നു. ആ സൗഹൃദ വലയം വളരെ വലുതാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അദ്ദേഹം ഒരു നല്ല ഗായകൻ എന്നതിലുപരി ഒരു നല്ല മനുഷ്യസ്നേഹി കൂടിയാണെന്ന് തെളിയിച്ചു. യാത്രകളെ പ്രണയിക്കുന്ന, സൗഹൃദങ്ങളെ ചേർത്ത് പിടിക്കുന്ന, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സജി ചെറിയാൻ സാർ എന്ന സംഗീതജ്ഞൻ ഇന്ന് പടിയിറങ്ങുമ്പോൾ അത് ഒരു പുതിയ യാത്രയുടെ തുടക്കം മാത്രമാണ്. ഇനിയുള്ള വിശ്രമ ജീവിതം കൂടുതൽ സംഗീത സാന്ദ്രമാകട്ടെ എന്നും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നിറഞ്ഞതാകട്ടെ എന്നും ഞങ്ങൾ സഹപ്രവർത്തകർ ഒന്നടങ്കം ആശംസിക്കുന്നു. കലയുടെ പുതിയ മേഖലകളിൽ വിജയശ്രീലാളിതനാകുവാൻ സർവേശ്വരൻ സാറിനെ അനുഗ്രഹിക്കട്ടെ. സാർ പകർന്നു നൽകിയ ഓരോ ഈണങ്ങളും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എക്കാലവും ഉണ്ടായിരിക്കും. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സാറിന് യാത്രാമൊഴിയേകുന്നു. നന്ദി സജി സാർ.